വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മിക്സ്ചർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് മിക്സ്ചർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ന് നമ്മൾ മിക്സ്ചറല്ലോ മിക്സ്ചർ പറയുമ്പോൾ മിക്സ്ചർ എന്ന് പറയുന്നത് മിക്സ്ചർ തന്നെ പറയല്ലേ. അത് നന്നാക്കണ്ട. അപ്പോൾ മിക്സ്ചർ നമ്മൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങലാണ്. അപ്പോൾ നമുക്ക് ഇന്നത് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. ഫ്ലോയിൽ പോയാൽ മതി. അപ്പോൾ മിക്സ്ചർ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ടൈമാണ്. ഞങ്ങൾ രണ്ടാളും അസിസ്റ്റൻസ് ആണ്. പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, നമുക്ക് എളുപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഞങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് അതിലേക്കുള്ള സാധനങ്ങൾ നോക്കാം. ഞങ്ങൾ വിചാരിച്ചൊന്ന് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണട്ടോ. നല്ല എളുപ്പമുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കി വെക്കാം. മിക്സ്ചറിനുള്ള സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. അപ്പോൾ 1/2 കിലോ കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയറും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്, നിലക്കടല എടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, അതാണ് ഉപ്പ്. അത് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. മതി മതി മതി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് എല്ലായിടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് കലക്കി നമ്മളെ ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സ്ചറിനുള്ള മാവ് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ നൂലാവുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. നൂലാവണൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇനി ഇത് നമ്മുടെ അച്ചിലേക്ക് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കാം. നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് നിറച്ച് കൊടുക്കുക. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് എണ്ണയ്ക്ക്. നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് നോക്കട്ടെ. നമുക്ക് നമ്മളെ പൊട്ടുകടലും കടലും കൊടുക്കാം. അപ്പം നമുക്കിത് കോരിയെടുക്കാം. ഒന്ന് ചൂടായാൽ മതി. അപ്പം ഇത് കോരിയെടുക്കുകയാണ്.
അറിയില്ല. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എണ്ണ മുക്കാത്ത ചൂടില്ലാത്ത കയ്യിലാണ്. നമുക്ക് ഇതിലേക്ക് ലേശം മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിങ്ങനെ കയ്യിലിങ്ങനെ ഇളക്കി കൊടുത്താൽ കയ്യിലെടുത്ത് ചാടുന്നതാണ്. അപ്പോൾ നമ്മളെ ബൂന്തിയൊക്കെ കത്തിക്കുമ്പോൾ ഒച്ച വരുന്നുണ്ട്. ഒക്കെ ആയിട്ടുണ്ടാവും. നമുക്കിത് പോയിരിക്കാം. ചെറുക്കുള്ള മിക്സർ കൂടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബൂന്തി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതായിരുന്നു. പിന്നെ പയർ റെഡിയാക്കി. ചെറുപയറാണെന്ന് വെറുതെ ചട്ടിലിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ്, വറുത്തെടുത്തതാണ്. പിന്നെ നമ്മളെ കടല, പൊട്ടുകടല, പിന്നെ വേപ്പിൻ്റെ ഇല, ഉണക്കമുളക് ഇതൊക്കെ ചൂടാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് ആദ്യം പൊടിച്ചെടുക്കണം. നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ കടലയും പയറും കടലയും പൊട്ടുകടലയൊക്കെ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒക്കെ ഇട്ടതുണ്ട്, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുപയർ ചൂടാക്കിയതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുടയാം. നമ്മൾ കുടഞ്ഞ് ഇട്ടിട്ടുണ്ട്. കുടഞ്ഞെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ആയിക്കൊടുത്താൽ മതി. കുട്ടികളുള്ള കാരണം ഞങ്ങൾ വല്ലാതെ എരിവൊന്നും ഇട്ടിട്ടില്ല. എരിവ് വേണ്ടവർക്ക് എരിവ് കൂടുതലിടാം. അപ്പോൾ നമ്മളെ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മിക്സറാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട. പിന്നെ കുട്ടികളുള്ള കാരണം അവർക്ക് എരിവൊന്നും ഇല്ലാതെ എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെന്താ, ഇവിടെ മക്കൾക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എരിവ് ഇല്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എരിവ് ലേശം കാശ്മീരി പൊടി ഇട്ടിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ഇട്ടാൽ മതി. ഞങ്ങൾ കാശ്മീരി പൗഡർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ മിക്സർ ഉണ്ടാക്കാൻ. എളുപ്പമാണ്. നൂലുണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. വേറെ സമയങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങൾ മിക്സർ ഉണ്ടാക്കൽ എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. ആകെ ജഗബോഗയായിരുന്നു. കാരണം കുട്ടികളുള്ള കാരണം ഒന്നും നടക്കുന്നുണ്ടാവില്ല. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞങ്ങൾ ഇത്രയ്ക്ക് നന്നാവുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. ഞങ്ങൾ അധികം എരിവൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. കുറച്ചും കൂടി എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ചും കൂടി സ്പൈസി ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ
അടിപൊളി മിക്സറായിരുന്നു. എന്തായാലും നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കെമിക്കലൊന്നും ഇടാതെ നമ്മള് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും ആണ്. ചായക്ക് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല, മിക്സർ മാത്രം. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയണ്ടാവും, ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്, അത് സക്സസ് ആവുകയും ചെയ്തു. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാൻ. അതുവരേക്കും ബൈ.